ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സലാം പറയുന്നതിന്റെ ഒരു ഗൗരവമേറിയ ചിന്ത നമ്മളൊന്ന് ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. അള്ളാഹു ഈ വിഷയം എത്ര ഗൗരവത്തോടു കൂടെ ഏറ്റെടുത്തത്. റബ്ബ് ഇത് ചെയ്തുകൊണ്ടിരിക്കല്ലേ, മുഅ്മിനീങ്ങളോട് ചെയ്യാൻ പറയല്ലേ. നിങ്ങൾക്കറിയോ, ലോക ചരിത്രത്തിൽ ആദ്യം ഒരു സലാം പറയുക എന്ന സംവിധാനം ഉണ്ടായിട്ടുള്ള എപ്പോഴാണ്? ഈ ഒരു സമ്പ്രദായത്തിന്റെ തുടക്കം നമ്മൾ ചരിത്രം പഠിച്ച കാണാൻ കഴിയും. ആദ്യം സലാം പറഞ്ഞത് മനുഷ്യനല്ല, ആദ്യം സലാം പറഞ്ഞതൊരു പേനയാണ്. പേന എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകുന്ന ഒരു ഉപകരണമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഉപകരണം മൊബൈലാണെന്ന് പറഞ്ഞാൽ നമ്മൾ തർക്കിക്കുമല്ല, പേനയാണെന്ന് പറയേണ്ടത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പേന. ആദരണീയമായ ഒരു ഉപകരണമാണ് പേന. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അൻ ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ഇന്ന അവ്വല മാ ഖലഖല്ലാഹു തആലൽ ഖലം ഫഖാല ഉക്തുബ് ഫഖാല മാ അക്തുബ് യാ റബ്ബി ഉക്തുബ് മാ കാന വമാ ഹുവ കായിനുൻ ഇലൽ അബ്ദി. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദിന്റെ മുസ്നദിലൊക്കെ ഈ ഹദീസ് കാണാം. അള്ളാഹു ആദ്യം സൃഷ്ടിച്ച ഉപകരണം പേനയാണ്. പേനയോട് അള്ളാഹു എഴുതാൻ പറഞ്ഞു. പേന ചോദിച്ചു, ഞാൻ എന്തെഴുതണം? നീ എല്ലാം എഴുതിക്കോ, ഉണ്ടായതും ഉണ്ടാവാനുള്ളതൊക്കെ നീ എഴുതിക്കോ. കലം, പേന, അങ്ങനെ എഴുതാൻ തുടങ്ങി. ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി. അള്ളാഹു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ നീ ചേർത്ത് പറയണം മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നീ ചേർത്ത് എഴുതണം. അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പേര് പേന എഴുതുന്നതിന് മുമ്പ് പരിചയമല്ലല്ലോ, ആദ്യമായിട്ട് കേൾക്കാം. പേന ചോദിച്ചു, കലമ് ചോദിച്ചു, ആദ്യത്തെ ഉപകരണമായ പേന ചോദിച്ചു. റബ്ബേ വമൻ മുഹമ്മദ് യാ റബ്ബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ റബ്ബി? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പേന ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് റബ്ബിന്റെ മുന്നിൽ സുജൂദിലാം. റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നുകൊണ്ട് പേന ചോദിക്കാൻ, ആരാണ് റബ്ബേ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പേനയോട്, ഏത് പേന? സുജൂദിൽ കിടക്കുന്ന പേനയോട് റബ്ബ് പറയാ, ആ പേര് പറയാൻ പോലും നീ ഇനിയും അദബ് കാണിക്കണം പേനെ. സുജൂദിനേക്കാളും വലിയ അദബ് അല്ലാഹു മനുഷ്യന് പഠിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര്, അത് പറയാൻ നീ ഇനിയും അദബ് കാണിക്കണം പേനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പേന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആരാണെന്ന് റബ്ബ് പറയുന്നത് അങ്ങോട്ട് കേൾക്കാണ്. പേനെ നീ അദബ് കാണിക്കണം. ഞാൻ എന്തിനെയെല്ലാം സൃഷ്ടിച്ചുവോ അവയെല്ലാം ആ നബിയോടുള്ള ഹുബ്ബ് കൊണ്ടാണ്. ആ നബിയോടുള്ള ഹുബ്ബ് കൊണ്ടാ ഞാൻ സർവ്വതിനെയും സൃഷ്ടിച്ചത്. ഇത് കേട്ട പേന ആ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന് സലാം പറയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം മടക്കാൻ അവിടെ ആരുമില്ല, ആദ്യത്തെ ഉപകരണല്ലേ. അള്ളാഹു തന്നെ അസ്സലാം മടക്കി എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. മിസ്ബാഹുൽ സലാം എന്ന കിതാബിൽ ഇത് നമുക്ക് കൃത്യമായി ഈ ചരിത്രം വായിക്കാൻ കഴിയും. അപ്പോൾ അള്ളാഹു തന്നെ അതിന് മറുപടി കൊടുത്തു. അസ്സലാം പറഞ്ഞാൽ അത് മടക്കൽ വാജിബാണല്ലോ. മടക്കുക എന്ന സിസ്റ്റം അവിടെ വാജിബായിട്ട് ഉണ്ടായേ പറ്റും, നിർബന്ധമായിട്ടും ഉണ്ടാവണം. സലാം പറഞ്ഞാൽ മടക്കുക എന്ന സിസ്റ്റം വാജിബായിട്ട് ഉണ്ടാവണം. അപ്പൊ നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് നിസ്കാരത്തിൽ സലാം വീട്ടുന്നുണ്ടല്ലോ, അവിടെ മടക്കലുണ്ടോ? ഉണ്ട്. വലത്തെ ഭാഗത്തിരിക്കുന്ന ആള് ഇടത്തെ ഭാഗത്തെ ആളോട് സലാം പറയുമ്പോൾ ആ ഇടത്തെ ഭാഗത്തിരിക്കുന്ന ആള് വലത്തെ ഭാഗത്തേക്കുള്ള ആളോട് സലാം പറയലാണ് അയാളുടെ സലാം വീട്ടൽ. അങ്ങോട്ടും ഇങ്ങോട്ടും സലാം വീട്ടിലും മടക്കലുമാണ്. അതല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന ബഹുവചനത്തിന്റെ പ്രയോഗമായതുകൊണ്ട് അത് മലക്കുകൾ മടക്കുന്നുണ്ട് എന്നാണ് കർമ്മശാസ്ത്രം പറയുന്നത്. അപ്പൊ സലാം പറയലിന്റെ കൂടെ മടക്കലുണ്ട്. ഇനി ആരും ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ ചെന്നെന്ന് നോക്കാം. നമ്മൾ ചെന്നത് ഒരു ഗോഡൌണില, അല്ലെങ്കിൽ നമ്മൾ ചെന്നത് നമ്മുടെ പറമ്പില, ആരുമില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? അസ്സലാമു അലൈനാ വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് സലാം പറയാം. ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. ഇത് എപ്പോഴും പറയാൻ പറ്റിയ ഒരു കാര്യമാണോ? എപ്പോഴും പറയാം.
ഇവിടെ ഓർമ്മ, ഇത് വലിയ വലിയ ആൾക്കാരെ കാണുമ്പോൾ, കല്യാണ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, പള്ളിയിൽ ചെല്ലുമ്പോൾ മുസ്ലിയാരെ കാണുമ്പോൾ അല്ലെ അങ്ങനെ ഒരു തോന്നലുണ്ട്. മുസ്ലിയാരോട് മാത്രം പറയാനുള്ളതാണെന്ന്. പെണ്ണുങ്ങൾക്കുണ്ട്, മുസ്ലിയാരെ കാണുമ്പോൾ തലേ തുണിയിടുക. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ തലേ തുണി എന്നാണ് പെണ്ണുങ്ങളുടെ ഓർമ്മ. എല്ലാവരുടെയും എല്ലാം ചില ആളുകൾക്ക് അങ്ങനെ തോന്നലുണ്ട്. മുസ്ലിയാരെ കാണുമ്പോൾ തലയിലിടാനുള്ള അല്ലത്. മുസ്ലിയാരെ കാണുമ്പോൾ പറയാനുള്ളതല്ല അസ്സലാമു അലൈക്കും. എപ്പോഴും പറയാം, പറഞ്ഞു പഠിക്കുക, പറഞ്ഞ് പഠിപ്പിക്കുക, പറഞ്ഞ് ശീലിക്കുക. കൊച്ചുമക്കളെ അതിലൂടെ വളർത്തുക. കുടുംബത്തിൽ സ്നേഹമുണ്ടാവും, കുടുംബത്തിൽ സൗഹൃദം ഉണ്ടാവും. ഭാര്യയോട് സലാം പറയാ, ഭാര്യ ഭർത്താവിനോട് സലാം പറയാ. അള്ളാഹു നമ്മുടെ ഇടയിൽ പഠിപ്പിച്ചു തന്ന ഒരു മാസ്മരിക പദമാണ് സലാം. അള്ളാഹു പഠിപ്പിച്ച പദമാണ്. റബ്ബി എത്ര സലാം പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ? 12-ലേറെ സ്ഥലങ്ങളിൽ അള്ളാഹു സലാം പറയുന്നത് അവതരിപ്പിക്കുന്നുണ്ട്. ഖുർആനിൽ 12-ലേറെ സ്ഥലങ്ങളിൽ അള്ളാഹു സലാം പറയുന്നു. സ്വർഗത്തിലെത്തിയാലും റബ്ബിന്റെ സലാം കാതോർക്കാൻ സത്യവിശ്വാസികൾ കൊതിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെത്തിയാൽ റബ്ബിന്റെ സലാമാണ് ഏറ്റവും വലിയ വിഭവം. അള്ളാഹു സലാം പറയും. അള്ളാഹു സലാം പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ വഴിയോരങ്ങളിൽ ചെറുപ്പക്കാരും കുട്ടികളൊക്കെ നിൽക്കും. രാഹുൽ ഗാന്ധി ഒന്ന് കയ്യോക്കി കാണിക്കണതാണ് അല്ലേ? അങ്ങനെയാണ്. കൊച്ചിയിൽ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ കാറിൽ പോയപ്പോൾ കയ്യൊന്ന് പൊക്കി കാണിച്ചത് വലിയ താല്പര്യമായിരുന്നു കണ്ടവർക്ക്. വലിയ വലിയ ആളുകളൊക്കെ ഒരു സലാം പറയാ, ഒന്ന് അഭിവാദ്യം പറയാ, വലിയ കാര്യം. അസ്സലാമു അലൈക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? വലിയ ഇഷ്ട. എന്നാൽ അല്ലാഹുവിന്റെ സലാം കാത്തിരിക്കുകയാണ്, കൊതിച്ചിരിക്കുകയാ സ്വർഗവാസികൾ. അല്ലാഹുവിന്റെ സലാം എവിടെയുണ്ട്? പരിശുദ്ധ ഖുർആൻ കണ്ടോ? ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സ്വർഗത്തിലെത്തിയാൽ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ വിഭവം നിന്റെ ജീവിത പങ്കാളിയാണ്, ഇണയാണ്, ഹൂറിലീനാണ്. നിന്റെ കൂടെ ജീവിച്ച ദുനിയാവിന്റെ ഭാര്യ സ്വർഗത്തിന്റെ നിന്റെ വിഭവമാണ്, സമ്മാനമാണ്. അസുഖങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാ, അസുവാജുമൊത്തിയിട്ടെപ്പോഴും ഉല്ലാസമാ, ഹുറുൽ ഹിസാൻ അടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ട് പാടാൻ തോഴികൾ പലതുണ്ട്. ചാരിക്കട്ടിലിൽ ഇങ്ങനെ കിടന്ന് ചാഞ്ചാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോൾ, സ്വർഗത്തിന്റെ തണലിൽ ഇങ്ങനെ ചാരുകട്ടിലിൽ കിടന്ന് ആടിക്കൊണ്ടിരിക്കുക. അവരും അവരുടെ കുടുംബവും. അള്ളാഹു നമ്മുടെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യം തരട്ടെ. എപ്പോഴും അങ്ങനെ ദ്വാരക്കാവും. ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോവാ, അവളിവിടെ കിടക്കട്ടെ, അങ്ങനെയല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് പോകണം സ്വർഗത്തിൽ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടെ എല്ലാം കിട്ടും. ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദ്ഊൻ. പിന്നെ കിട്ടുന്നത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സ്വർഗത്തിലും അല്ലാഹുവിന്റെ സലാമുണ്ട്. അല്ലാഹുവിന്റെ സലാം സ്വർഗത്തിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈസാ നബിക്ക് അല്ലാഹുവിന്റെ സലാം കിട്ടിയെന്ന്. തൊട്ടിലിൽ കിടന്ന ഈസാ നബി പറഞ്ഞു. അപ്പൊ അല്ലാഹു പറയുന്ന ഒരു കാര്യമാണിത്. അല്ലാഹു തന്റെ സൃഷ്ടികളോട് ചെയ്യുന്ന കാര്യമാണ് ഈ സലാം പറയൽ. മിഅ്റാജിന്റെ അനുഭവം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മിഅ്റാജിന്റെ അനുഭവത്തിലൂടെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സലാം പറയുന്ന രീതി നമ്മുടെ അത്തഹിയ്യാത്തിൽ വന്നു എന്നുള്ളതാണ്. അത്തഹിയ്യാത്തിൽ, നിസ്കാരത്തിൽ റസൂലുള്ളാഹിക്ക് സലാം പറയാത്ത നിസ്കാരം സ്വഹീഹല്ല. നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. കാരണം അത്തഹിയ്യാത്തിന്റെ വാജിബായ പദങ്ങളിൽപ്പെട്ട ഒന്നാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി സിദ്റത്തുൽ മുൻതഹയുടെ അപ്പുറത്തേക്ക് ഇനി യാത്രയില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞപ്പോ കൈമലർത്തി ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലു വഖാഫ് ഫി സത്തിഹി റുഅബ ഫവദ്ദഅ വഹതാഫ് دعني تقدم يا حبيبي لا تخاف
അബ്സിറു തുനാജി റബ്ബക്കൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സമുദ്രം സിദ്റത്തുൽ മുൻതഹയുടെ അപ്പുറമാണ്. സാധാരണ സമുദ്രമല്ല, പ്രകാശത്തിന്റെ സമുദ്രം. അതിന്റെ തീരങ്ങളിലെത്തിയപ്പോൾ ഭയവിഹുലനായ ജിബ്രീൽ ചുരുണ്ടു. എന്നെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് യാത്ര തുടങ്ങിയാലും നബിയെ തുടർന്നാലും എന്നെ ഉപേക്ഷിച്ചങ്ങ് പോകൂ. അങ്ങ് പേടിക്കേണ്ട നബിയെ. അങ്ങയുടെ റബ്ബിനെ കണ്ടുകൊണ്ട്, അങ്ങ് കൺകുളിർക്കെ കണ്ടുകൊണ്ട് സംഭാഷണം നടത്തിയാലും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലാം. എന്താ കൊണ്ടുപോവാ? റബ്ബിനെ കാണാൻ പോകുമ്പോ എന്താ കൊണ്ടുപോവാ? എന്തെങ്കിലും കൊണ്ടുപോണ്ടേ? അത്തിപ്പറ്റ ഉസ്താദിനെ കാണാൻ പോകുമ്പോൾ ഹയാത്ത് കാലത്ത് ഞങ്ങളൊക്കെ പോകുമ്പോൾ ഈത്തപ്പഴം കൊണ്ടുപോയിരുന്നു. ഉസ്താദിന് വലിയ ഇഷ്ടമാണ്. അവിടെ വരുന്നവർക്ക് ഉസ്താദ് വീതം വെച്ച് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഉസ്താദിന്റെ ഒരു ബർക്കത്തിന്റെ ഒരു ദുആയും കിട്ടും. അൽഹംദുലില്ലാഹ്. അല്ലാഹു ആ മഹാന്റെ ഖബർ സ്വർഗ്ഗാക്കട്ടെ. മഹാനവറുകളെ കാണാൻ പോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോയിരുന്നു. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷമുള്ള കാര്യം തങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകും. നമ്മൾ ആദരിക്കുന്ന ഓടത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകും. റബ്ബിനെന്താ കൊണ്ടുപോകാനുള്ളത്? അള്ളാഹുവിന് എന്താ ആവശ്യമുള്ളത്? അള്ളാഹ്ക്ക് ഒന്നും വേണ്ടല്ലോ. ഗനിയും മുഗ്നിയായ റബ്ബിന് എന്ത് വേണം? പക്ഷെ റബ്ബിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി. അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. എല്ലാ അനുഗ്രഹീതമായ മഹോന്നതമായ അഭിവാദ്യങ്ങളും, എല്ലാ അഭിവാദ്യങ്ങളും, എല്ലാ ഗുണങ്ങളും, എല്ലാ അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്, എല്ലാ അനുഗ്രഹീതമായ അഭിവാദ്യങ്ങളും എല്ലാ തിരുക്കാഴ്ചകളും റബ്ബേ നിന്റെ മുന്നിലേക്ക് സമർപ്പിക്കാം. അല്ലാഹുവിന് അഭിവാദ്യം പറഞ്ഞു. അപ്പൊ റബ്ബ് തിരിച്ചു പറഞ്ഞ അഭിവാദ്യമാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഹ്മത്തുള്ളാഹി വബറകാതുഹും കൂടി സലാം പറയുമ്പോൾ കൂട്ടണം. മടക്കുമ്പോൾ മാത്രമല്ല, അങ്ങോട്ട് പറയുമ്പോഴും. അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ, റഹ്മത്തും ബറക്കത്തും ഉണ്ടാവട്ടെ. ഇത് കേട്ട മലക്കുകൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുവിൽ നിന്നുള്ള സലാം പറയുന്ന സിസ്റ്റം നമുക്ക് കാണാൻ ഏറെയുണ്ട്. അപ്പോൾ റബ്ബിന്റെ സലാം നമ്മോടുണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി കണ്ടോ, മലക്കുകൾ സലാം പറയും. മലക്കുകൾ സലാം പറയും. അല്ലാഹുവും അവന്റെ മലക്കുകളും ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു. സ്വലാത്ത് ചൊല്ലൂ, സലാമും പറയൂ എന്ന് പറഞ്ഞത്. അല്ലാഹുവും അവന്റെ മലക്കുകളും ചെയ്യുന്നു, നിങ്ങളും ചെയ്യൂ. എനിക്കാരെങ്കിലും സലാം പറഞ്ഞാൽ ഞാൻ അവന് മടക്കിയിട്ടല്ലാതെയില്ല. സലാം പറയുന്നവനൊക്കെ മടക്കും. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സലാം പറയൂ, സലാം പറഞ്ഞാൽ മടക്കും. സലാം എന്നോട് പറഞ്ഞാൽ ഞാൻ അവന്റെ സലാം മടക്കാതെയില്ല. സലാം പറയണം. മലക്കുകൾ ചെയ്യുന്ന പരിപാടിയാണ് സലാം പറയൽ. മലക്കുകൾ മുഅ്മിനീങ്ങളോട് സലാം പറയും. മലക്കുകൾ മുഅ്മിനീങ്ങളോട് സലാം പറയുന്ന രീതി വല്ലദീന സബറു ബിത്തിഗാഅ വജ്ഹി റബ്ബിഹിം വഅഖാമുസ് സ്വലാ وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم. എന്തായി പറഞ്ഞത്? തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചു, റബ്ബിന്റെ പൊരുത്തത്തിനായി ജീവിച്ചു, നിസ്കാരത്തെ സമയബന്ധമായി നിർവഹിച്ചു, തനിക്ക് റബ്ബ് നൽകിയത് രഹസ്യമായും പരസ്യമായും ചെലവ് ചെയ്തു. അതുപോലെ തന്നെ തിന്മകളിൽ നിന്നും രാജിയായി അവർക്ക് നാളെ പരലോകത്ത് സ്വർഗമാണുള്ളത്. അവര് മാത്രമല്ല സ്വർഗത്തിൽ പോകാ. അവരുടെ ഈ സൽക്കർമ്മങ്ങളെ പരിഗണിച്ചാൽ അവരുടെ പിതാക്കളും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ പോകും. അള്ളാഹു അങ്ങനെ ഒരു പവർ നമുക്ക് തരട്ടെ. നമ്മുടെ ഒരു നന്മ കൊണ്ട് നമ്മുടെ കൂടെ ഉള്ളവരെയും കൊണ്ടാകാൻ പറ്റും. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ.
അവരൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതൊരു അത്ഭുതമല്ലേ? ഒരാളുടെ ഒരു നന്മ കൊണ്ട് പോകുന്നത് കാണുമ്പോൾ അത്ഭുതമല്ലേ? വൽ മലായികതു യദ്ഖുലൂന അലൈഹിം, അവരെ മലക്കുകൾ എതിരേൽക്കുമെന്ന് ഖുർആൻ. ഇങ്ങനെ ഫാമിലിയായി സ്വർഗത്തിലേക്ക് എത്തുന്ന ഈ സൽഗുണ കുടുംബം അങ്ങ് വരുന്നത് കാണുമ്പോൾ അവരെ സ്വീകരിക്കാൻ മലക്കുകൾ എതിരേൽക്കും. മലക്കുകൾ എന്തും പറഞ്ഞപ്പോ സ്വീകരിക്കാം. മലക്കുകൾ സ്വീകരിക്കുന്നത് എന്ത് പറഞ്ഞാണെന്നറിയുമോ? മിൻ കുല്ലി ബാബ്, സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും മലക്കുകൾ അവരെ എതിരേൽക്കും. അതൊരു വല്ലാത്ത കാഴ്ചയല്ലേ? സ്വർഗത്തിലേക്ക് ഇങ്ങനെ വരാം, സ്വർഗത്തിന്റെ എല്ലാ കവാടത്തിൽ നിന്ന് ഈ ഫാമിലിയെ സ്വീകരിക്കാൻ വേണ്ടി മലക്കുകൾ ഇങ്ങനെ ലക്ഷക്കണക്കിന് മലക്കുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വരാം. എന്നിട്ട് മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും ബിമാ സ്വബർതും, നിങ്ങൾ ഒരുപാട് ക്ഷമിച്ച് സഹിച്ച ഭൂമിയിൽ ജീവിച്ചത്, അതുകൊണ്ട് ക്ഷമിക്കുന്നവന് കിട്ടിയ സ്വർഗ്ഗം നിങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. സലാമുൻ അലൈക്കും, റബ്ബിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ. സ്വർഗത്തിലെത്തിയാലും മലക്കുകൾ ഇങ്ങനെ സലാം പറഞ്ഞുകൊണ്ടിരിക്കും. സ്വർഗത്തിൽ മലക്കുകൾ ഇങ്ങനെ സലാം പറയാം. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു സൂറത്താണല്ലോ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. അതിൽ പറയുന്ന എന്താ? സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ലൈലത്തുൽ ഖദ്ർ കിട്ടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മലക്കുകളുടെ സലാം ഉണ്ട്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അല്ലാഹു അതിലും നമ്മെ ചേർക്കട്ടെ. അപ്പൊ ഇങ്ങനെ മലക്കുകളുടെ സലാം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. മലക്കുകളിൽ നിന്നും സലാം കിട്ടിക്കൊണ്ടിരിക്കും. ഇനി കണ്ടോ സ്വർഗവും നരകവും വേർതിരിക്കുന്ന അതിന്റെ ഇടയിൽ ഒരു മതിലുണ്ട്. ഖുർആൻ അതിനെ കുറിച്ച് പറയാൻ ഒരു അധ്യായത്തിൽ പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ട്. ആ മതിലിന്റെ പേരാണ് അഅറാഫ്. സൂറത്തുൽ അഅറാഫ് എല്ലാവർക്കും അറിയാലോ, സൂറത്തുൽ അഅറാഫ്. ഈ അഅറാഫ് എന്ന് പറയുന്ന മതിലിന്റെ മുകളിൽ കുറച്ച് പാർട്ടി ഉണ്ട്. അവർ സ്വർഗത്തിലേക്ക് പോകാനുള്ള നന്മയുടെ കോറവും പൂർത്തിയായിട്ടില്ല, അന്ന് നരകത്തിലിടാനുള്ള തിന്മ അവർ ചെയ്തിട്ടില്ല. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഉള്ള ആളുകളായതുകൊണ്ട് ആ മതിലിന്റെ മുകളിൽ അവർ വെക്കും. ഒരു രസകരമായ കാഴ്ച. അവർ കാലത്ത് വൈകുന്നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം, ഇങ്ങനെ കാണാം. അപ്പൊ എന്ത് ചെയ്യും? ഈ അഅറാഫിന്റെ മുകളിലിരിക്കുന്ന അവർ പിന്നീട് സ്വർഗത്തിലേക്ക് വരാനുള്ളവരാണ്. തൽക്കാലം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള അതിന്റെ ഇടയിൽ നിൽക്കാണ്. അപ്പൊ അവർക്ക് ആ മതിലിന്റെ മുകളിലെ സ്ഥാനം. സ്വർഗവും കാണാം, നരകവും കാണാം. അങ്ങനെയുള്ള ഒരു പാർട്ടി ഉണ്ട്. അവരും സലാം പറയും. ഇതൊക്കെ ഏത് ലോകത്താ നടക്കുന്നത്? ആ ലോകത്ത്, പരലോകത്ത് നടക്കുന്നുണ്ട് ഇതൊക്കെ. അപ്പൊ അങ്ങനെയാണ് ഭൂമിയിൽ നമ്മൾ എത്ര നടത്തേണ്ടത്? ഭൂമിയിൽ ഈ പ്രവൃത്തി നടക്കേണ്ട ലോകമായ ഭൂമിയെ, ഈ പ്രവൃത്തി നടക്കേണ്ട ലോകമായ ഭൂമിയിൽ ഇതിനെത്ര പരിഗണന ഒരു സത്യവിശ്വാസി നൽകേണ്ടതുണ്ട്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ അഅറാഫ് എന്ന് പറയുന്ന മതിലിന്റെ മുകളിൽ കുറെ ആളുകളുണ്ട്. അവരും വബൈനഹുമാ ഹിജാബ് വഅലൽ അഅറാഫി റിജാലു യഅരിഫൂന കുല്ലം ബിസീമാഹും വനാദൗ അസ്ഹാബൽ ജന്ന. സ്വർഗത്തിലുള്ളവരെയും നരകത്തിലുള്ളവരെയും മതിലിന്റെ മുകളിലിരിക്കുന്നവർക്ക് അടയാള സഹിതം തിരിച്ചറിയാൻ പറ്റുമെന്ന് ഖുർആൻ. നമ്മുടെ ആ കാക്കായല്ല പോണത്. അയാൾ എന്താ വർത്താനായിരുന്നു പറഞ്ഞ? ഇപ്പൊ എവിടെ കിടക്കണം? നരകത്തില്. പടച്ചോനെ, ഇയാള് നരകത്തിലാ. അവൻ കാഴ്ചയിൽ അങ്ങനെ വലിയ ആളൊന്നും അല്ലായിരുന്നു, പക്ഷെ അവൻ സ്വർഗത്തിൽ കടന്നല്ലോ. അല്ലാ, ഏതാള്? മറ്റേ ആള്. അടയാള സഹിതം തിരിച്ചറിയാൻ കഴിയും. സ്വർഗവാസിയെയും അറിയാം, നരകവാസിയെയും തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയെങ്കിൽ മതിലിന്റെ മുകളിലിരിക്കുന്ന അവർ വിളിച്ചു പറയും, വനാദൗ അസ്ഹാബൽ ജന്ന അൻ സലാമുൻ അലൈക്കും. ഓ സ്വർഗവാസിയെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ മനസ്സിലായ? ഞാൻ ഇന്ന ആളെ, ഇവിടെ സ്വർഗത്തിലുള്ള ആളെ കാണുമ്പോൾ വിളിച്ച് സലാം പറയുമെന്ന് ഖുർആൻ. അപ്പൊ ഈ കർമ്മം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കർമ്മം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. സലാം പറയുന്നത് എങ്ങനെയെന്ന് സ്വഹീഹുൽ ബുഖാരി, മുസ്ലിം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഖലഖല്ലാഹു ആദമ ഖാല ഇദ്ഹബ് ഫസല്ലിം അലാ ഉലൈക നഫ്രിൻ മിനൽ മലായികതി ജുലൂസ്. അവിടെ ഇരിക്കുന്ന ഒരു സംഘം മലക്കുകളെ കണ്ടു ആദം നബിയെ. അവരുടെ അടുക്കൽ പോയി അങ്ങ് അസ്സലാമു അലൈക്കും പറഞ്ഞേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സലാം പറഞ്ഞു. മലക്കുകൾ കൂടുതൽ പഠിപ്പിച്ചു കൊടുത്തു. അസ്സലാമു അലൈക്കും എന്നതിന്റെ കൂടെ മലക്കുകൾ തിരിച്ചു പറഞ്ഞത് പഠിപ്പിച്ചു കൊടുത്തു. വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നതും കൂട്ടി ചേർത്ത് പഠിപ്പിച്ചു കൊടുത്തു. മലക്കുകൾ ആദം നബിക്ക് സലാം പഠിപ്പിച്ചു കൊടുത്തു. മുഹമ്മദ് റസൂൽ സ്വഹീഹുൽ ബുഖാരി, മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്.
ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടില് മഹാനായ ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം മലക്കുകൾ പ്രച്ഛന്നരായി എത്തുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിൽ. ആ സമയത്ത് ഹൽ അതാക ഹദീസു ളൈഫി ഇബ്രാഹീമ ضيف إبراهيم المكرمين إذ دخلوا عليه فقالوا السلام. ഇബ്രാഹിം നബിക്ക് അവർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറഞ്ഞുകൊണ്ട് ആ വീട്ടിലേക്ക് വരാം. മലക്കുകൾ സലാം പറഞ്ഞു എന്ന് കയറുന്ന വീടാവട്ടെ നമ്മുടെ വീട്. മഹാനവറുകൾ തിരിച്ചു മടക്കി അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളോട് തിരിച്ച് സലാം മടക്കി മഹാനവറുകൾ പറഞ്ഞ പ്രയോഗം ഖുർആൻ കൃത്യമായി തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. സലാമിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുകയാണ് ഖാല സലാമുൻ ഖൗമുൻ മുൻകറൂൻ. വേഷപ്രച്ഛന്നനായ ജനതയെ തിരിച്ചറിയാതെ അങ്ങോട്ട് സലാം മടക്കി സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പം മലക്കുകളിൽ നിന്നും നമുക്ക് സലാം കിട്ടും. മലക്കുകളിൽ നിന്ന് സലാം കിട്ടിയ മഹാന്മാരുണ്ട്. മലക്കുകളിൽ നിന്നും സലാം കിട്ടണം. ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്, സ്വഹീഹുൽ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ് കേട്ടോ. ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഹാദാ ജിബ്രീൽ യഖറഉ അലൈകിസ്സലാം. ആയിഷ, ഇത് ജിബ്രീലാണ് നിന്നോട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. ആയിഷ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു എന്നറിയുമോ? ഖുൽതു, മഹദിവറുകൾ പറയാണ്, ഞാൻ മടക്കി വ അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിബ്രീലിന് അങ്ങോട്ട് സലാം മടക്കി കൊടുത്തു. സയ്യിദത്തുനാ വ ഉമ്മുനാ ആയിഷ. മഹാന്മാർക്കൊക്കെ മലക്കുകളിൽ നിന്ന് ഇങ്ങോട്ട് സലാം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പ്രവൃത്തി ഭൂമിയിൽ നടക്കുന്നത് കൊണ്ടാണോ ആകാശമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴാത്തത്? ഇതിങ്ങനെ എവിടേക്കോ നടക്കുന്നുണ്ട്. അള്ളാഹിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖബറാളിയോട് സലാം പറഞ്ഞാൽ ഉടനടി അള്ളാഹു കഴിവ് കൊടുത്തു പറയും മറുപടി. മഹാനായ തഴവ എത്ര മനോഹരമായ ഭാഷയിൽ പറയുന്നത്. ഖബറാളിയോട് സലാം പറഞ്ഞാലും മറുപടിയുണ്ട്. പക്ഷേ സലാം പറയുന്നവനാ കൂലി, മടക്കുന്നവനോ കൂലിയില്ലാ ജോലി. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കാണ്. നമുക്കൊരു മര്യാദയും കൂടിയുണ്ട്. സലാം പറയുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മളവിടെ അയാളോട് പ്രതികരിക്കേണ്ടത് വഅലൈക്കും സലാം എന്നല്ല, നമ്മൾ പ്രതികരിക്കേണ്ടത് വഇദാ ഹയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദുഹാ. നിങ്ങളോട് ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിൽ നന്നായി നിങ്ങൾ അങ്ങോട്ട് പറയണം. നിങ്ങളോട് ഒരാൾ പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്നാണെങ്കിൽ നിങ്ങൾ അതോടുകൂടെ വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് കൂടുതൽ അയാൾക്ക് വേണ്ടി അങ്ങോട്ട് പ്രതിവചിക്കാം. അതൊരു മര്യാദയാണെന്ന് ഖുർആൻ. അതൊരു വലിയ മര്യാദയാണ്. നമ്മൾ ആദ്യം അത് ശീലിക്കാൻ. ഇനി നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലാണെങ്കിലോ, ഇനി ഒരു വീട്ടിലേക്ക് കടന്ന് ചെല്ലുകയാണെങ്കിലും യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു. നിങ്ങൾക്ക് ബന്ധമില്ലാത്ത മറ്റൊരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ചെല്ലുന്നതിൽ സന്തോഷം അവർക്ക് ഉണ്ടെങ്കിൽ മാത്രം പോവുക. അവർ അനുവാദം തന്നാൽ പോലും വരുന്നതിൽ സന്തോഷമില്ലാതെ അനുവാദം തന്ന പോവണ്ട, ആ വീട്ടിലേക്ക് പോവണ്ട. നിങ്ങൾ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ആ വീട്ടുകാരോട് നിങ്ങൾ സലാം പറഞ്ഞുകൊണ്ട് അവരെ നിങ്ങൾ സംബോധനം ചെയ്യണമെന്ന് ഖുർആൻ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ. ഇക്കേണ്ട അവിടെ അങ്ങനെയല്ല, ഇത്താണ്ട അവിടെ അങ്ങനെയല്ല. അങ്ങോട്ട് ചെല്ലുമ്പോൾ സലാം പറയാൻ പറ്റിയ കോലത്തിലായിരിക്കണം. ചില ആൾക്കാരുണ്ടാവും വീടിയും വലിച്ച് മുണ്ടും മടിക്കൂത്തി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് പരാതിയും പറയും, മുസ്ലിയാർ എന്നോട് സലാം പറയാറില്ല, പഴയ മാതിരിയല്ല. നിന്റെ മുണ്ടിന്റെ കുത്തങ്ങ് അഴിച്ചിട്, മുട്ടിന്റെ താഴെ നിൽക്കട്ടെ. മുണ്ട് മടിക്കൂത്തി നിൽക്കുന്നവൻ ഫാസിഖിനോട് സലാം പറയേണ്ടതില്ല. ഭക്ഷണം വായിലുള്ളപ്പോൾ സലാം പറയേണ്ടതും മടക്കേണ്ടതുമില്ലായിരിക്കാം. പക്ഷേ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്നു എന്നതിന്റെ പേരിൽ ഒഴിവാക്കേണ്ടതില്ല. ഒളു ചെയ്യുമ്പോൾ പറയാം, മടക്കാം, കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. കർമ്മശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ ചർച്ച ചെയ്തു പോയതാണ്. ഒളു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സലാം പറഞ്ഞാൽ സലാം മടക്കാം എന്നല്ല, ഒളു എടുക്കുമ്പോൾ അങ്ങോട്ട് പറയാമെന്നും കൂടി പറയുന്ന ഫുഖഹ ഉണ്ട്. അപ്പൊ ഏതായാലും ഈ വിഷയം വലിയ ബൃഹത്തായ ചർച്ചയാണ്. ഇനി നോക്കിക്കോ,
ഇനി നോക്കിക്കോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയായ അനസ് തങ്ങളോട് പറയാണ്, ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട്, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകുൻ ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക. ഈ ശീലം കുടുംബത്തിലുള്ളവർ കൊണ്ട് നടന്നാൽ, ഈ ശീലം കുടുംബത്തിലുള്ളവർ കൊണ്ട് നടന്നാൽ കുടുംബത്തിൽ ബറക്കത്ത് ഇങ്ങനെ പെയ്തിറങ്ങും. അനസ് തങ്ങളോട് റസൂലുള്ളാഹി പറയാണ്, അനസേ പൊന്നുമോനെ, നീ നിന്റെ കുടുംബത്തിലെത്തിയാൽ കുടുംബക്കാരോട് അങ്ങോട്ട് സലാം പറഞ്ഞോ, നാണിക്കണ്ട, സലാം പറഞ്ഞു. അത് നിനക്കും നിന്റെ കുടുംബത്തിനും ബറക്കത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അനസ് തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ബുഖാരി മുസ്ലിമിന്റെ ഹദീസ്, ഹബീബായ റസൂലുള്ളാഹി മറ അലാ സുബിയാനിൻ ഫസല്ലമ അലൈഹിം. കുട്ടികളുടെ ഇടയിലൂടെ അനസ് തങ്ങൾ നടന്നു പോയപ്പോൾ കുട്ടികളാണെന്ന് വെച്ച് അവഗണിച്ചില്ല, കുട്ടികളോട് അനസ് തങ്ങൾ അങ്ങോട്ട് സലാം പറഞ്ഞു. അപ്പൊ ആരോ ചോദിച്ചു, എന്താ ഇപ്പൊ കുട്ടികളോടൊക്കെ സലാം പറയുന്നത്? ഖാല, അനസ് തങ്ങളുടെ മറുപടി, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഫഅലുഹു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ ഇതെങ്ങനെ ചെയ്യുമായിരുന്നു? കുട്ടികളെ കണ്ടാലും അങ്ങോട്ട് സലാം പറയും. അപ്പൊ ഇത് പ്രായപരിധിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാവുന്നതാണ്. ഇനി നോക്കിക്കോ, ബുഖാരി മുസ്ലിമിന്റെ മറ്റൊരു ഹദീസ്, യുസല്ലിമുർ റാകിബു അലൽ മാശി. വാഹനത്തിൽ പോകുന്നവൻ അവിടെ നിൽക്കുന്നവനോട് അല്ലെങ്കിൽ നടന്നു പോകുന്നവനോട് അങ്ങോട്ട് പറയണം. വാഹനത്തിൽ പോകുന്നവനാണ് അങ്ങോട്ട് പറയേണ്ടത്. അതുപോലെ തന്നെ വൽ മാസി അലൽ ഖാഇദി, ഇരിക്കുന്നവനോട് നടന്നു പോകുന്നവൻ അങ്ങോട്ട് പറയണം. പിന്നെയോ വൽ ഖലീലു അലൽ കസീർ, കുറഞ്ഞ സംഘം 2 പേര് ഇവിടുന്ന് വരുന്നു, 5 പേര് അവിടുന്ന് വരുന്നു, എന്നാൽ ഈ 2 പേര് 5 പേരോട് അങ്ങോട്ട് പറയണം സലാം. പിന്നെയോ വസ്സഗീറു അലൽ കബീർ, ഒരേ വഴിയിൽ ഒരേ സന്ദർഭത്തിൽ 2 ആളുകൾ ഒരുമിച്ച് കണ്ടുമുട്ടിയാൽ പ്രായം കുറഞ്ഞ ആള് പ്രായം കൂടിയ ആൾക്ക് അങ്ങോട്ട് പറയണം. ചെറിയവൻ വലിയവനോട്, അറിവ് കുറഞ്ഞവൻ അറിവ് കൂടിയവനോട് അങ്ങോട്ട് പറയണം. അങ്ങനെയാണ്. ചെറുപ്പ വലിപ്പം അവിടെ നോക്കും. അത് പ്രായത്തിൽ മാത്രമല്ല, അറിവിലും നോക്കും. ഇങ്ങനെ സ്വഹീഹുൽ ബുഖാരി മുസ്ലിം ഹദീസിൽ രേഖപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, ഇദാ ലഖിയ അഹദുകും അഖാഹു ഫസല്ലിം അലൈഹി, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കണ്ടാൽ അങ്ങോട്ട് സലാം പറയണം, പറഞ്ഞു തുടങ്ങണം. ഫൈൻ ഹാലത്ത് ബൈനഹുമ, സലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു മതിൽ അതിന്റെ ഇടയ്ക്കൂടെ വന്നു. മതിൽ കെട്ടിന്റെ അപ്പുറത്തോടെ ഇവനും വന്നു, ഇപ്പുറത്തോടെ ഇവനും വന്നു. 2 ആളും സലാം പറഞ്ഞ് കണ്ടുമുട്ടിയതാണ്. മതിലിന്റെ അപ്പുറം ഒന്ന് കണ്ടു, പിന്നെയും സലാം പറയാം. പള്ളിയുടെ ഹൗദിന്റെ അവിടെ നിന്ന് ഒതു കൊടുക്കാൻ നേരത്ത് സലാം പറഞ്ഞ് കയറി വന്നു. ഈ വാതക്കക്കട അവനും കയറി, ആ വാതക്കക്കട ഇവനും കയറി. 2 ആളും പിന്നെയും കണ്ടുമുട്ടി. അവിടെ വെച്ച് തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറയാം. നിങ്ങൾക്ക് എന്താ പറയാ, ഭ്രാന്താണ്, ഇപ്പൊ സലാം പറഞ്ഞല്ലേ ഉള്ളൂ, ആളെ കളിയാക്ക? അങ്ങനെയല്ല, ഒരു മറ അതിന്റെ ഇടയിൽ വന്ന സലാം പറയാന്ന അത്രയും ഇത് പ്രചരിപ്പിക്കാം, വർദ്ധിപ്പിക്കാം. അങ്ങനെയാണ്. ഈ രീതിയിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി ഒരു മരത്തിന്റെ അപ്പുറത്ത് വെച്ചാണ് 2 ആളും കണ്ടുമുട്ടിയ സലാം പറഞ്ഞാൽ, മരം അതിന്റെ ഇടയിൽ മറ വന്ന് മരത്തിന്റെ ഇപ്പുറത്ത് വരുമ്പോ പിന്നെയും കണ്ട ഒന്നും കൂടി പറയാം. അങ്ങനെയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, തമാമു തഹിയ്യാത്തിക്കും അൽ മുസാഫഹത്തു ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പറയുന്നതിന്റെ പൂർത്തീകരണം മുസാഫഹത്ത് കൂടിയും കൂടുമ്പോഴാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ പിശുക്ക് കാണിക്കരുത്. ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറയാം. ഹബീബിന്റെ സദസ്സിൽ ഒരു സഹാബി വന്നുകൊണ്ട് ആദ്യം പറഞ്ഞു അസ്സലാമു അലൈക്കും. എല്ലാവരും സലാം അടയ്ക്കും, വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. റസൂലുള്ളാഹി പറഞ്ഞു 10. പിന്നെ ഒരു സഹാബി വന്നു, അദ്ദേഹം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റസൂലുള്ളാഹി വിളിച്ചു പറഞ്ഞു സലാം അടക്കിയ ശേഷം 20. മൂന്നാമതൊരു സഹാബി വന്നപ്പോൾ അദ്ദേഹം സലാം പറഞ്ഞത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും അദ്ദേഹത്തിന് സലാം അടക്കി. അദ്ദേഹം സദസ്സിലിരുന്നപ്പോൾ റസൂലുള്ളാഹി വിളിച്ചു പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം 30 ഹസന, 30 കൂലിയാണ് ഇദ്ദേഹം കൊണ്ടുപോയതെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തുർമുദി, അബൂദാവൂദ് ഒക്കെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. സലാം പറയുമ്പോ നിങ്ങൾ നന്നായിട്ട് മടക്കണം. തമാമു തഹിയ്യാത്തിക്കും ബൈനക്കും അൽ മുസാഫഹത്തു. ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ട് ഇങ്ങനെ കൈ കോർക്കല് സലാം പറയുന്നതിന്റെ പൂർത്തീകരണമാ. അങ്ങനെ 2 സഹോദരന്മാര് കൈ കോർക്കുമ്പോൾ മാമിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബല അൻ യഫ്തരിഖാ. അബൂദാവൂദിന്റെ സുനനിലുണ്ട് ഹദീസ്. 2 മുസ്ലിം സഹോദരന്മാർ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ കയ്യുകോർത്തു, എന്നാൽ അവർ പിരിയുന്നതിന് മുന്നേ അവരുടെ 2 കരങ്ങളുടെ ഇടയിലൂടെ അവരുടെ ചെറുപാപങ്ങൾ പൊഴിഞ്ഞു പോകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് യമനികളുടെ
ഇത് യമനികളുടെ ഒരു പാരമ്പര്യ. ഒരുപാട് നല്ല കാര്യങ്ങൾ യമനികളിൽ നിന്നും ഇസ്ലാമിക സംസ്കാരത്തിൽ ചേക്കേറിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണിത്. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു സ്വഹാബിയായ അനസ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ബുഖാരിയിലുണ്ട് ഹദീസ്, അക്കാനത്തുൽ മുസാഫഹത്തു ഫി അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികൾ എല്ലാവരും മുസാഫഹത്ത് ചെയ്യുമായിരുന്നു? ഖാല നഅം, എല്ലാ സ്വഹാബികളും സലാം പറയുന്ന കൂട്ടത്തിൽ തന്നെ കയ്യും കൂടി കൊടുക്കുമായിരുന്നു എന്ന്. അങ്ങനെയാണ് ഹബീബായ നബി തങ്ങൾ ലമ്മാ ജാഅഹുൽ യമനി, അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളുടെ ഇടയിലേക്ക് യമനികൾ വന്നപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖദ് ജാഅകും അഹ്ലുൽ യമനി വഹും അവ്വലു മൻ ജാഅ ബിൽ മുസാഫഹ, ആദ്യം മുസാഫഹത്ത് സംവിധാനം സംസ്കാരം കൊണ്ടുവന്നത് യമനികളാണെന്ന് ആദരവോടുകൂടെ അവർ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ഇഷ്ടത്തോടുകൂടെ പറഞ്ഞു. അതുകൊണ്ട് നമ്മളെല്ലാവരും സലാം പറയുന്നതിന്റെ ഈ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ബോധവാന്മാരാവൽ നല്ലതാണ്. മഹാനായ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു മദീനത്തെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ നബി തങ്ങൾ സലാം പറഞ്ഞു വരുന്ന മഹാനായ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഇരുന്നോടത്തുനിന്ന് എഴുന്നേറ്റ് വസ്ത്രവും വലിച്ചഴിച്ച് ഓടിച്ചെന്ന് സലാം പറഞ്ഞപ്പോൾ കയ്യും കൊടുത്തു കെട്ടിപ്പിടിച്ചു എന്ന് ഇമാം തുർമുദിയുടെ ജാമിഉൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടതായി കാണുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സമയം ഇങ്ങനെ ദീർഘമായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സലാം പറയുന്ന വിഷയത്തിൽ കുറച്ചുകൂടി ഉത്സാഹത്തോടുകൂടെ മുന്നിട്ടിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളം നേടിയെടുക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ലാ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളുടെ അറിവിൽ ബറക്കത്ത് നൽകുക അല്ലാ, ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളുടെ പഠനവേദിയിൽ ബറക്കത്ത് നൽകുക അല്ലാ, ഇതിലേക്ക് സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ, ഈ ഒരു ആശയത്തെ പങ്കുവച്ച സഹോദരന്മാർക്ക് നീ ബറക്കത്ത് കൊടുക്കുക അല്ലാ, ഈ പരിപാടി ഓൺലൈനിലും മറ്റുമായി വീക്ഷിക്കുന്നവർക്ക് റബ്ബേ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, അന്ത്യം നന്നായി മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം നൽകണേ അല്ലാ. ربنا رحمهم كما ربونا صغارا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.